മാർച്ച് 2 ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസ്. 1211 മുതൽ 1282 വരെയാണ് കാലഘട്ടം. ബൊഹേമിയയിലെ ഓട്ടോക്കർ ഒന്നാമൻ രാജാവിൻ്റെ മകളായിരുന്നു ആഗ്നസ്. അവളുടെ മാതാവ് കോൺസ്റ്റൻസ് ഹംഗറിയിലെ രാജകുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. വിശുദ്ധ ആഗ്നസ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെ സ്വന്തക്കാരി കൂടിയാണ്. ആഗ്നസിന് 9 വയസ്സുള്ളപ്പോൾ ഫ്രെഡറിക് ദ്വിതീയൻ ചക്രവർത്തിയുടെ മകനായ ഹെൻറിയുമായി വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ ഹെൻറി ഓസ്ട്രിയൻ ഡ്യൂക്കിൻ്റെ മകളെ വിവാഹം ചെയ്തു. ആഗ്നസിന് അതീവ സന്തോഷമുണ്ടായി. എന്തെന്നാൽ അവൾ സ്വയം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. നിത്യകന്യാത്വം പാലിച്ച് താപസ ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. ഫ്രെഡറിക് ചക്രവർത്തി തന്നെ അവളെ വിവാഹം കഴിക്കുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും ഗ്രിഗറി 9 മാർപ്പാപ്പയുടെ സഹായത്താൽ അവൾക്ക് സന്യാസ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കുവാൻ കഴിഞ്ഞു. ആഗ്നസ് 1236 പ്രേഗിൽ ഫ്രയേഴ്സ് മൈനർ സമൂഹത്തിനായി ഒരു മഠം സ്ഥാപിച്ചു. വിശുദ്ധ ക്ലാര 5 സന്യാസിനികളെ അവിടെ നിയമിച്ചു. ആഗ്നസ് ആ മഠത്തിൽ പ്രവേശിച്ച് വ്രതവാഗ്ദാനം നടത്തി. താമസം വിന അവിടെ മഠാധിപ എന്ന നിലയിൽ അവൾ സേവനം ചെയ്തു. സാൻ ഡാമിയോനോയിൽ നിന്നും വിശുദ്ധ ക്ലാര 5 സന്യാസിനികളെ ആഗ്നസിൻ്റെ സമൂഹത്തിലേക്ക് നിയമിച്ചു. ആഗ്നസിൻ്റെ ദൈവവിളിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഠാധിപ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് മാതൃസഹജമായ വാത്സല്യത്തോടെ വിശുദ്ധ ക്ലാര എഴുതിയ 4 കത്തുകൾ പ്രസിദ്ധമാണ്. ഈ വിശുദ്ധർ പരസ്പരം അയച്ച കത്തുകൾ ക്രിസ്തുവിൻ്റെ ആഴമേറിയ സ്നേഹാനുഭവത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. മഠാധിപ അയച്ച ഒരു മുതിർന്ന സന്യാസിനി എന്ന നിലയിൽ മാത്രമാണ് അവൾ അധികാരം ഉപയോഗിച്ചത്. തന്നോട് ഇടപഴകിയ ഏവർക്കും അവൾ യഥാർത്ഥ ജീവൻ്റെ അനുഭവം നൽകി. അവളുടെ വിനയവും ദരിദ്രരോടുള്ള കരുതലും ദാരിദ്ര്യ ജീവിതത്തിനുള്ള സമർപ്പണവും പ്രശസ്തമായിരുന്നു. ചെക്ക് പ്രദേശങ്ങളിൽ സമാധാനം പുലരുന്നതിനായി അവൾ യത്നിച്ചു. ദരിദ്രർക്കായി ആശുപത്രികൾ സ്ഥാപിച്ചു. ദരിദ്രരെയും കുഷ്ഠരോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. അവളുടെ ജീവിതം ദൈവിക പുണ്യങ്ങളുടെ ഉത്തമ നിദർശനമായിരുന്നു. 1282 മാർച്ച് 12 ആഗ്നസ് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1982 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ആഗ്നസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. പ്രഭാഷകൻ 40:21 കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം.